ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഞങ്ങൾ ട്രിവാൻഡ്രം സ്റ്റൈൽ നല്ല നാടൻ ചൂര മീൻ കറിയാട്ടോ. ഞങ്ങൾ മീനിതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച കറിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ തേങ്ങ നന്നായിട്ട് ചിരുവുന്നുണ്ട്. ഞങ്ങൾ ചെറിയ ഉള്ളി കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അടുത്ത ആവശ്യമായ എണ്ണ, കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നേരത്തെ ചിരകിയ തേങ്ങ, അത് കഴിഞ്ഞിട്ട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗ്യാസിൽ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളി വെച്ച് അതിലാവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് വന്നതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ചെറിയ ഉള്ളി നന്നായിട്ട് ഇളകി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളകി വന്നതിന് ശേഷം നമ്മൾ അതിൽ കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു കളർ വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 8 പച്ചമുളക് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി വീണ്ടും പൊടികളായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കശ്മീരി മുളക് പൊടി, നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെയും ഞങ്ങൾ നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉലുവാപ്പൊടിയാണ്, ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ആവശ്യം ഇച്ചിരി വലിപ്പമുള്ള തക്കാളി എടുത്ത് വലിപ്പത്തിൽ അരിഞ്ഞതും, പിന്നെ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന കുടംപുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വീണ്ടും തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. വീണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുകയാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ മീനാണ് അടുത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ചൂര മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമ്മൾ ഇളക്കുവാണ്. ഇളക്കി നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വീണ്ടും തുറന്ന് വന്നതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്നതിൽ തന്നെ നമ്മൾ ആവശ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ കറിവേപ്പില ഇട്ടു. വീണ്ടും തുറന്നതിന് ശേഷം എന്തൊരു മണമാണ് ഗൈസ്. നമ്മളിതാ ഒരു പ്ലേറ്റിൽ ചോറും മീനും മീൻ കറിയും അതായത് നമ്മുടെ ബീട്രൂട്ട് തോരനും ഇട്ട്. അപ്പോൾ ഗൈസ്, ഞാനിതാ കഴിച്ച് നോക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട് എങ്കിലും ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. മീൻ എടുത്തിട്ടുണ്ട്. ഞാനിതാ ഒരു പിടി വായിൽ വെച്ചപ്പോൾ വേറെ ലെവല്, വേറെ വൈബ്, വേറെ മൂഡാണ്. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി.